മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവമാണ് ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ക്യാൻസർ ബാധിക്കാത്ത അവയവമാണ് ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പെരികാർഡിയം. ഹൃദയത്തിൻ്റെ ഭാരം 300 ഗ്രാമാണ്. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 100-ൽ കൂടുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്ന അവസ്ഥ. എന്നാൽ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 60-ൽ താഴെയാകുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ. ഹൃദയം ക്രമരഹിതമായി കമ്പനം ചെയ്യുന്ന അവസ്ഥയാണ് ഏട്രിയൽ ഫൈബ്രിലേഷൻ. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയാണ് ഹൃദയപേശി. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഹൃദയപേശികൾ സങ്കോചിച്ച് രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന അവസ്ഥയാണ് സിസ്റ്റോൾ. ഹൃദയപേശികൾ സങ്കോചിച്ച് രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന അവസ്ഥയാണ് സിസ്റ്റോൾ. ഓരോ തവണയും ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ഹൃദയം ധമനികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഓരോ തവണയും ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയപേശികൾ വികസിക്കുകയും ഹൃദയത്തിൻ്റെ അറകളിൽ രക്തം നിറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയസ്റ്റോൾ. ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. മനുഷ്യഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. 2 ഏട്രിയവും 2 വെൻട്രിക്കിളുമാണത്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയസ്പന്ദനത്തിനാവശ്യമായ വൈദ്യുത തരംഗങ്ങൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഹൃദയസ്പന്ദനം തിരിച്ചറിയുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലെനക്കാണ്. ജീവജാലങ്ങളിൽ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മത്സ്യങ്ങൾക്ക് 2 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. എന്നാൽ ഉഭയജീവികൾക്കും ഉരഗങ്ങൾക്കും 3 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. മുതലയ്ക്ക് 4 അറകളുള്ള ഹൃദയം ഉണ്ട്. പക്ഷികൾക്കും സസ്തനികൾക്കും 4 അറകളുള്ള ഹൃദയവും പാറ്റയ്ക്ക് 13 അറകളുള്ള ഹൃദയവുമാണ് ഉള്ളത്. നീരാളിക്ക് 3 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. മഷി ചീറ്റുന്ന ലുലിഗോയ്ക്കും 3 അറകളുള്ള ഹൃദയമാണ് ഉള്ളത്. അങ്ങനെ പല ജീവികൾക്കും ഹൃദയത്തിലെ അറകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രോകാർഡിയോഗ്രാം. ഹൃദയസ്പന്ദന നിരക്കിന് എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിലോ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ഈ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഡച്ച് ശാസ്ത്രജ്ഞനായ വില്യം എന്തോവാനാണ് ഇലക്ട്രോകാർഡിയോഗ്രാം അഥവാ ECG കണ്ടെത്തിയത്. ECGയിൽ ഉയർന്നും താഴ്ന്നും ധാരാളം വരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ECG പരിശോധനയിൽ ഹൃദയത്തിൻ്റെ പ്രധാന അറകളായ വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് QRS തരംഗങ്ങളുടെ എണ്ണം നോക്കിയാണ് ഒരാളുടെ ഹൃദയമിടിപ്പ് കണക്കാക്കുന്നത്. ECGയിൽ P വേവ് എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള അറകളായ ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. P വേവ് കഴിഞ്ഞ് QRS കഴിഞ്ഞ് പിന്നീട് വരുന്നതാണ് T വേവ്. ഹൃദയപേശികൾ വീണ്ടും പ്രവർത്തിക്കാൻ ഊർജം സംഭരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന അവസരമാണിത്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ്. ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 72 തവണ. ഭ്രൂണത്തിൻ്റെ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് 22-ാം ദിവസം മുതലാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ ഹൃദയം മിടിച്ചു തുടങ്ങുന്നത് 22-ാം ദിവസം മുതലാണ്. ഒരു സ്ത്രീയുടെ ശരാശരി ഹൃദയമിടിപ്പ് 78 മുതൽ 82 വരെയാണ്. എന്നാൽ ഒരു പുരുഷൻ്റെ ഹൃദയമിടിപ്പ് 70 മുതൽ 72 വരെ ആകാം.
ഒരു സ്ത്രീയുടെ ഹൃദയമിടിപ്പ് 78 മുതൽ 82 വരെ ഉയരാം. എന്നാൽ ഒരു പുരുഷൻ്റെ ഹൃദയമിടിപ്പ് 70-72 വരെ ഉയരുന്നതാണ്.